ഹലോ ഗായ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിലോട്ട് പോകണ്ട. ബിക്കോസ് ഈ ഒരു അവസ്ഥയാണ് മഞ്ഞ്. ഈ ഒരു വെതർ കണ്ടീഷൻ കാരണം ഞങ്ങൾക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ 9 to 11 വ്ലോഗ് ചെയ്യാമെന്ന്. ആക്ച്വലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വ്ലോഗ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് 9 മണി തൊട്ട് 11 മണി വരെ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ വളരെ സത്യസന്ധമായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു വിഷനിൽ, എൻ്റെ ഒരു വിഷൻ ബോർഡിൽ നടന്ന ആകെ ഒരു കാര്യമാണിത്. 100 സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുക്കേണ്ടത് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ലോഡ് ഓഫ് താങ്ക്സ്. ആദ്യം തന്നെ നമുക്ക് വയറ്റിലോട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ ഫുഡ് വെക്കണം. കഴിഞ്ഞ ദിവസം കണ്ട റീലിൽ ഒരു കൊറിയൻ അമ്മച്ചി കാണിച്ചൊരു ട്രിക്കാണിത്. ചോറ് ഇങ്ങനെയും വെക്കാം എന്നുള്ളത്. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. ബട്ട് പരീക്ഷണം ഏറ്റു കേട്ടോ. അടിപൊളിയായിട്ട് ചോറ് വെന്തു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. 2026 അല്ലേ, എല്ലാം പുതിയതാക്കാം. അങ്ങനെ ബെഡെല്ലാം സെറ്റാക്കി ഇനിയിപ്പോൾ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി എല്ലാം കഴിഞ്ഞു. ഇനി അലക്കാനുള്ള തുണികളെല്ലാം വാഷിംഗ് മെഷീനിലിട്ടു. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാമെന്ന്. നമുക്കിങ്ങനെ കയ്യെത്ത ദൂരത്ത് ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ പിടിച്ച് കളിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഈ മണി പ്ലാന്റ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പൈസ ഇങ്ങനെ വരുമെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചാൽ ഞാനിതിനെ നല്ലപോലെ കെയർ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് പുതിയ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ലക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചു വയ്ക്കുന്നതാണ്. കയറിക്കോട്ടെ, നമുക്ക് പൈസയ്ക്കും ലക്കിനും ഇതിനൊന്നും ഒരു കുറവ് വരണ്ട. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അതിനങ്ങനെ സമയമൊന്നുമില്ലല്ലോ. 11 മണിയായെന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല. ഉച്ചയാവണമെന്നൊന്നും ഒരു നിർബന്ധം ഞാൻ എൻ്റെ ഫുഡിൽ കൊടുക്കാറില്ല. ഫുഡ് കഴിക്കുമ്പം അതിൻ്റെ ഒരു കോംബോയാണ് യൂട്യൂബ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്. ഞാൻ എപ്പോഴും കാണാറ് പഴയ ഫിലിംസാണ് കൂടുതലും കേട്ടോ. കൂടുതലും ഞാനും ദിലീപിൻ്റെ പഴയ ഫിലിംസ് ഇരുന്ന് കാണും. അതിപ്പോൾ കണ്ടതാണേലും തന്നെയും പിന്നെ ഇരുന്ന് കാണും. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. അതായത് റീസ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. എന്തെങ്കിലും സാധനങ്ങൾ തീർന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ പ്രത്യേക ഹാപ്പിനെസ് എനിക്ക് കിട്ടാറുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കുക്കൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. എൻ്റെ 9 to 11 ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പ്ലാൻഡ്. വ്ളോഗൊക്കെ ഇടാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം എന്താണെന്നറിയില്ല. ബട്ട് ഇനി നമ്മൾ ഇട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.